ഉക്രൈനിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒന്നല്ല ഇനി റഷ്യൻ യുദ്ധം. ലോകത്തെ വീണ്ടും ഭീതിയിലാഴ്ത്തിക്കൊണ്ട് മറ്റൊരു രാജ്യത്തിനെതിരെ കൂടി റഷ്യ ഇപ്പോൾ പരോക്ഷമായി യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഉക്രൈന് പുറമെ പുതിന്റെ സൈന്യം ലക്ഷ്യം വയ്ക്കുന്ന ആ പുതിയ രാജ്യം മറ്റാരുമല്ല, സാക്ഷാൽ ബ്രിട്ടൻ തന്നെയാണ്. വരുന്നത് കേവലം ഒരു പോരാട്ടമല്ല, ലോകത്തെ മുഴുവൻ ബാധിക്കുന്ന വലിയൊരു സംഘർഷമാണ്. എന്താണ് റഷ്യ ഇത്രത്തോളം പ്രകോപിപ്പിച്ചത് നോക്കാം. ബ്രിട്ടീഷ് സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് നിർമ്മിക്കുന്ന സ്കാൽപ് ദീർഘദൂര മിസൈലുകളുടെ നിർമ്മാണ രഹസ്യങ്ങൾ ഉക്രൈന് കൈമാറാൻ ബ്രിട്ടൻ തീരുമാനിച്ചതാണ് വ്ളാദിമിർ പുടിനെ ചൊടിപ്പിച്ചത്. റഷ്യക്കുള്ളിലേക്ക് കടന്നു ചെന്ന് ആക്രമിക്കാൻ ഉക്രൈനെ പ്രാപ്തരാക്കുന്നതാണ് ഈ നീക്കം. ഇതിനെതിരെ അതിരൂക്ഷമായിട്ടാണ് റഷ്യൻ ഭരണസിരാ കേന്ദ്രമായ ക്രെംലിൻ പ്രതികരിച്ചത്. ഈ മിസൈൽ സാങ്കേതിക വിദ്യ നൽകുന്നതിലൂടെ ബ്രിട്ടൻ തങ്ങൾക്കെതിരായ യുദ്ധത്തിൽ നേരിട്ട് പങ്കാളിയാവുകയാണെന്ന് റഷ്യൻ വക്താവ് ദിമിത്രി പെസ്കോവ് തുറന്നടിച്ചു. അതായത് ബ്രിട്ടന്റെ ഈ നീക്കത്തെ തങ്ങൾക്കെതിരെയുള്ള ഒരു നേരിട്ടുള്ള യുദ്ധ പ്രഖ്യാപനമായിട്ടാണ് റഷ്യ കാണുന്നത്. ബ്രിട്ടന്റെ ഈ അതിരുകടന്ന നീക്കത്തിന് അവർ വലിയ വില നൽകേണ്ടി വരുമെന്നാണ് മോസ്കോയുടെ മുന്നറിയിപ്പ്. ഉക്രൈനിലെ ഇത്തരം ആയുധ നിർമ്മാണ കേന്ദ്രങ്ങൾ റഷ്യൻ സൈന്യം തിരഞ്ഞുപിടിച്ച് നശിപ്പിക്കുമെന്ന് ക്രെംലിൻ വ്യക്തമാക്കി കഴിഞ്ഞു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം ചരിത്രത്തിലെ ഏറ്റവും വലിയ തകർച്ചയിലാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ലണ്ടനിലെ റഷ്യൻ അംബാസഡറെ മോസ്കോ അടിയന്തരമായി തിരിച്ചു വിളിച്ചു. അഴിമതി ആരോപണങ്ങളിലും ആഭ്യന്തര പ്രശ്നങ്ങളിലും നട്ടം തിരിയുന്ന സെലൻസ്കി സർക്കാരിനെ ആയുധമണിയിക്കാൻ ബ്രിട്ടനും പാശ്ചാത്യ ശക്തികളും കാണിക്കുന്ന ഈ അനാവശ്യ വ്യഗ്രത കാര്യങ്ങൾ കൊണ്ടെത്തിക്കുന്നത് ഒരു വൻ സംഘർഷത്തിലേക്ക് തന്നെയാണ്. ബ്രിട്ടന്റെ മിസൈലുകൾ റഷ്യൻ മണ്ണിൽ പതിച്ചാൽ പുതിന്റെ തിരിച്ചടി ഉക്രൈൻ അതിർത്തികൾക്കപ്പുറത്തേക്ക് നീളുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ബ്രിട്ടന്റെ ഈ പ്രകോപനങ്ങൾ ലോകത്തെ തള്ളിവിടുന്നത് സമാനതകളില്ലാത്ത ഒരു ദുരന്തത്തിലേക്കായിരിക്കും. ന്യൂസ് ഡെസ്ക് കേരള.